അടുത്ത 5 വർഷം ആര് ഭരിക്കും? ഏറ്റവും പുതിയ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഞാനിവിടെ വായിക്കാം. ഇപ്പോഴും പാലക്കാടാണ്. പാലക്കാട് യുഡിഎഫിന് വൻ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാത്തതുകൊണ്ടും പാർട്ടിയിൽ നിന്ന് ഇപ്പോഴും പുറത്തു നിർത്തിയിരിക്കുന്നതുകൊണ്ടുമാണ് പാലക്കാട് വൻ തിരിച്ചടി ഇപ്പം യുഡിഎഫിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് ജെന്യുവൻ സോഴ്സിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു സർവേ ഫലമാണ്. അതുകൊണ്ട് ഈ ഒരു സർവേ ഫലത്തിൻ്റെ റിസൾട്ട് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ യാതൊരു കാര്യമില്ല. കാരണം ഈ ഒരു സർവേ ഫലം കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഇവരിടുന്ന ഈ സർവേ ഫലം ഏകദേശം ഒരു 99% കറക്റ്റ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സർവേ അല്ല, ഇത് ജെന്യുവൻ സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു സർവേയുടെ ഒരു റിസൾട്ടാണ്. അപ്പം ഇപ്പം 140 സീറ്റാണ് കേരളത്തിൽ മൊത്തത്തിൽ ഉള്ളത്. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ തിരിച്ചടി ഈ ഒരു സർവേ ഫലത്തിനകത്ത്, അപ്പം ഈ 2026 ഇലക്ഷനകത്ത് തിരിച്ചടി കിട്ടാൻ പോകുന്നത്, UDFന് കിട്ടാൻ പോകുന്നത് പാലക്കാട് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും. റെക്കോർഡ് വിജയത്തിലൂടെ പാലക്കാട് ഷാഫി പറമ്പിൽ, അതുപോലെ രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള വ്യക്തികൾ പാലക്കാട് വൻ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയെടുത്തപ്പോഴത്തേക്ക് ഈ വർഷം നിങ്ങൾ നോക്കിയോ, ഇനി വരാനിരിക്കുന്ന ഈ ഇലക്ഷനകത്ത് പാലക്കാട് വൻ പരാജയമായിരിക്കും കിട്ടാൻ പോകുന്നത്. വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ. രാഹുലിനെ തിരിച്ചെടുക്കാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ വൻ പ്രതിഷേധമാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചില ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വോട്ട് ചെയ്യാൻ പോകത്തില്ല എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവന്നാൽ എൻ്റെ വീട്ടിലെയും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എല്ലാ വോട്ടുകൾ വരെയും UDFന് കൊടുക്കുമെന്ന് വരെ പല ആളുകളും പറയുന്നുണ്ട്. അതുപോലെ രാഹുലിനെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ വോട്ട് ചെയ്യത്തില്ല എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. കാരണം അത്രമാത്രം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജനപിന്തുണയുണ്ടെന്ന് ഈ ഒരു സർവേ ഫലത്തിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പാലക്കാടിൻ്റെ റിസൾട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാലക്കാട് വൻ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് കൊടുത്തേക്കണം. എത്ര ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഉണ്ടെന്ന് നോക്കാനാണ്. അപ്പം ആഗ്രഹിക്കുന്നവർ, പിന്തുണയ്ക്കുന്നവർ ഒന്ന് ലൈക്ക് കൊടുത്തേക്കണേ. അതുപോലെ കമൻറ്റും കൂടെ, നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേരെ. അതുപോലെ ചാനൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം, സബ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഞാനിവിടെ സർവേ ഫലം വായിക്കാൻ പോവാണ്. അപ്പം മൊത്തത്തിൽ 140 സീറ്റാണ് കേരളത്തിൽ ഉള്ളത്. അപ്പം ആദ്യം തന്നെ ആലപ്പുഴയിൽ 9 സീറ്റാണ് ഉള്ളത്. അതിൽ LDFന് 2 സീറ്റും UDFന് 7 സീറ്റും BJPക്ക് അവിടെ സീറ്റില്ല. അടുത്തത് കണ്ണൂർ മൊത്തത്തിൽ 11 സീറ്റാണുള്ളത്. 11 സീറ്റിൽ 9 സീറ്റ് LDFനും 7 സീറ്റ് UDFനും BJPക്കോ മറ്റ് ആളുകൾക്കോ അവിടെ സീറ്റില്ല. അപ്പോൾ കണ്ണൂർ എന്ന് പറയുമ്പോൾ പൊതുവേ അത് ഒരു LDFൻ്റെ കോട്ട തന്നെയാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അവിടെ ഇനി BJP നിന്നാലോ അല്ലെങ്കിൽ UDF നിന്നാലോ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളോ അവിടെ കണ്ണൂർ മത്സരിപ്പിക്കുകയാണെങ്കിൽ, കണ്ണൂർ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് LDFനൊരു വൻ ഒരു മത്സരം തന്നെ ആയിരിക്കും. അപ്പം അടുത്തത് കാസർഗോഡ് 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ LDFന് അവിടെ സീറ്റില്ല. UDFനാണ് അവിടെ 5 സീറ്റും ഉള്ളത്. BJPക്ക് അവിടെ സീറ്റൊന്നുമില്ല. പാലക്കാട് 12 സീറ്റ്. നിങ്ങൾ നോക്കിക്കോണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പുള്ളിയെ അവിടെ നിർത്താത്തതിൻ്റെയും അതുപോലെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെയും ഒരു പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം ഈ സർവേയിൽ കാണാനുണ്ട്. പാലക്കാട് 12 സീറ്റുള്ളതിൽ 8 സീറ്റും LDFനാണ്. LDFന് എനിക്ക് തോന്നുന്നു ഈ വട്ടം ചാകരയാണ് പാലക്കാട്. അതിനകത്ത് UDFന് 1 സീറ്റ് മാത്രമേ ഈ സർവേ ഫലത്തിനകത്ത് കാണിക്കുന്നുള്ളൂ. 3 സീറ്റ് BJPക്കുണ്ട്. ഈ 3 സീറ്റ് BJPക്ക് കിട്ടാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെയാണ്. രാഹുലിനെ പാലക്കാട് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലായിരുന്നു. ശരിക്കും പാലക്കാട് രാഹുലിന് സീറ്റ് കൊടുത്തായിരുന്നെങ്കിൽ, രാഹുലിനെ നിർത്തിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ LDFനോ ഇവിടെ BJPക്കോ 1 സീറ്റ് പോലും കിട്ടത്തില്ലായിരുന്നു. കാരണം ഈ വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിൻ്റെ ഒരു പിന്തുണ, രാഹുലിന് ജനങ്ങൾ കൊടുക്കുന്ന പിന്തുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു പിന്തുണയാണ്. അപ്പം ഇവിടെ പാലക്കാട് 12 സീറ്റിൽ 12 സീറ്റും രാഹുൽ മാങ്കൂട്ടം കൊണ്ടുപോയേനെ, അതിനകത്ത് യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ പാർട്ടി മനഃപൂർവ്വം പുറത്താക്കി നിർത്തുന്നതുകൊണ്ടാണ് ഈ തിരിച്ചടികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാലക്കാട് മാത്രമല്ല, ഇനി അതുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ജില്ലകളിലെല്ലാം വൻ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത മലപ്പുറത്ത് 16 സീറ്റുള്ളതിൽ 4 സീറ്റ് LDFന്, 12 സീറ്റ് UDFന്,
BJPക്ക് അവിടെ സീറ്റില്ല. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് 13 സീറ്റ് ഉള്ളതിൽ 8 സീറ്റ് LDFനും 5 സീറ്റ് UDFനും BJPക്ക് അവിടെ സീറ്റില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. കോഴിക്കോടൊക്കെ എനിക്ക് തോന്നുന്നു UDFൻ്റെ കൊട്ടകയായിരുന്നു. പക്ഷേ അവിടെ ഇപ്പം LDFനാണ് സീറ്റ് ഏറ്റവും കൂടുതൽ സീറ്റ് കാണിക്കുന്നത്. അവിടെയും രാഹുലിൻ്റെ ഒരു തിരിച്ചടി തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു പിന്തുണ അവിടെ കുറവുണ്ട്. UDFന് നല്ല രീതിയിൽ അവിടെ കുറവുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് കോട്ടയമാണ്. കോട്ടയം 9 സീറ്റാണ് മൊത്തത്തിൽ ഉള്ളത്. 9 സീറ്റിൽ 2 സീറ്റ് LDFും 7 സീറ്റ് UDFും. ഇതൊക്കെ ഇനി മാറി മറിയും കേട്ടോ, ഇനിയും മാറി മറിയും. കാരണം UDF ഈ രാഹുലിന് തിരിച്ചു കൊണ്ടുവരത്തില്ലെങ്കിൽ അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഭയങ്കര തിരിച്ചടി തന്നെ ആയിരിക്കും UDFന് കിട്ടാൻ പോകുന്നത്. അടുത്തത് കൊല്ലത്ത് 11 സീറ്റുള്ളതിൽ 4 സീറ്റ് LDFനും 7 സീറ്റ് UDFനുമാണ്. BJPക്ക് അവിടെ സീറ്റില്ല. അടുത്തത് വയനാട് 3 സീറ്റാണുള്ളത്. 3 സീറ്റും UDFനാണുള്ളത്. വേറെ ഒരു പാർട്ടിക്കോ അവിടെ സീറ്റില്ല. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ 13 സീറ്റിൽ 3 സീറ്റ് LDFനും 9 സീറ്റ് UDFനും 1 സീറ്റ് ഈ പറഞ്ഞിട്ടുള്ള BJPക്കുമാണുള്ളത്. അടുത്തത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 14 സീറ്റുള്ളതിൽ 4 സീറ്റ് LDFനും 7 സീറ്റ് UDFനുമാണ് ഈ പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്തുള്ളത്. 3 സീറ്റ് BJPക്ക്. തിരുവനന്തപുരം അത്യാവശ്യം ഇപ്പോൾ BJP കൈയടക്കിക്കൊണ്ട് വരുവാണ്. BJP അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. മാത്രമല്ല ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ BJPയിലേക്കൊക്കെ ചേർന്നല്ലോ. അപ്പം റോബിൻ ചേരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ സീറ്റ് മോഹിച്ച് തന്നെ കയറിയത് തന്നെയാണ്. പുള്ളി എപ്പോഴും ഒരു റീച്ചും ഒരു ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് പുള്ളി നടക്കുന്നത്. അല്ലാതെ പുള്ളിക്ക് വേറെ പ്രത്യേകിച്ച് ഈ BJP എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടികളോട് അത്ര ഇതില്ലാത്തൊരു വ്യക്തിയാണ് പുള്ളി. ഇപ്പോഴും ഒരു റീച്ച്, പുള്ളിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, അതാണ് പുള്ളി എവിടെ നോക്കുന്നത്. അടുത്തത് എറണാകുളമാണ്. എറണാകുളം 14 സീറ്റാണുള്ളത്. 14 സീറ്റിൽ 4 സീറ്റ് LDFനും 10 സീറ്റ് UDFനും അവിടെ BJPക്ക് സീറ്റില്ല. അടുത്തത് ഇടുക്കി. അവസാനമായിട്ട് പത്തനംതിട്ടയുണ്ട്. അടുത്തത് ഇടുക്കിയിൽ 5 സീറ്റാണ് മൊത്തത്തിൽ ഉള്ളത്. അതിൽ LDFന് സീറ്റില്ല. UDFന് 5 സീറ്റും UDFന് കേട്ടോ ഇടുക്കിയിൽ. അടുത്തത് പത്തനംതിട്ട അവസാനമായിട്ട് പത്തനംതിട്ടയിലും 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 2 സീറ്റ് LDFനും 3 സീറ്റ് UDFനും പിന്നെ BJPക്ക് അവിടെ സീറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ 140 സീറ്റിൽ LDFന് കിട്ടിയേക്കുന്നത് 50 സീറ്റും UDFന് കിട്ടിയേക്കുന്നത് 83ഉം BJPക്ക് കിട്ടിയേക്കുന്നത് 7 സീറ്റുമാണ്. BJPക്കൊക്കെ ഈ സീറ്റ് ഇത്രയും കയറാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെയാണ് കാരണം, അല്ലാതെ വേറെ ഒന്നുമില്ല. രാഹുലിനെ പോലെയുള്ള ആളുകളെയൊക്കെ പുറത്ത് നിർത്തുമ്പോഴത്തേക്ക് അതൊക്കെ വൻ തിരിച്ചടിയാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവർക്കൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്കൊക്കെ അവർക്കൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേരകളാണ്. അവരവരെ കാര്യങ്ങൾ നടക്കുക, ബാക്കിയുള്ളവർ എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണയാണ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അതുപോലെ പുള്ളിയെ ഈ ഒരു ഇലക്ഷനിൽ നിന്ന് മാറ്റി നിർത്താനും കളി കളിച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെയാണെന്ന് 100% നമുക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും 100% ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഈ രാഹുലിനെ പുറത്താക്കിയേക്കുന്നതെന്ന് നല്ല വ്യക്തമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ എന്നെപ്പോലെയുള്ള അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ഇലക്ഷൻ സർവേ ഫലം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. അടുത്ത വട്ടം ചിലപ്പോൾ ഇത് മാറി മറിഞ്ഞ് ചിലപ്പം ഇതിൽ UDF ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് 83 സീറ്റ് ഈ സർവേ ഫലത്തിനകത്ത് കരസ്ഥമാക്കിയേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഭരണം UDF കാഴ്ചവെക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അടുത്ത സർവേ ഫലത്തിനകത്ത് ചിലപ്പോൾ ഇത് തിരിച്ചു വരും. ചിലപ്പോൾ LDFനായിരിക്കും കൂടുതൽ സീറ്റ് കാണിക്കുന്നത്. ചിലപ്പം BJP എന്തായാലും കയറി വരാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ BJP ചേർന്നിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള അഖിൽമാരാരും അതുപോലെ റോബിൻ രാധാകൃഷ്ണനും ഇവരൊക്കെ വെറും സീറ്റ് മൂവികളായിട്ട് അതിനകത്ത് കയറിയേക്കുന്നതാണ്. ഇതിന് BJP ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല. കേരളത്തിനകത്ത് BJP ഒന്നും ഒരു ഇതും ഒരു ഓളവും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനെ വരെ അറിയാവുന്ന കേസാണ് അല്ലേ. എന്നിട്ടും ഈ പൊട്ടന്മാർ BJPയിൽ കയറി നിൽക്കണമെങ്കിൽ
അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന സീറ്റ്, ഇതിനകത്ത് കിട്ടുന്ന കുറച്ച് റീച്ച്, ഇത് വെച്ച് അവരൊന്ന് റീച്ച് ആകുമോ, അതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. നിങ്ങൾ നോക്കിക്കോ, ഇതൊക്കെ ഇലക്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞ് നോക്കട്ടെ, ഈ രണ്ട് വ്യക്തികളും മറുകണ്ഠം ചാടി തിരിച്ചു വരുന്നത് നമുക്ക് നല്ലപോലെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഷഹനാസിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് വെച്ച് തരാം, ഒരു ഇൻ്റർവ്യൂവിൻ്റെ. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നേതാക്കന്മാരുണ്ട്. എന്നെ ഏതെങ്കിലും ഒരു നേതാവ്, ഇപ്പം ഞാൻ സംസ്കാര സാഹിതിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ്, ഏതെങ്കിലും ഒരു നേതാവ് വിളിച്ചിട്ട് അങ്ങനെ പറയാൻ അവർക്ക് പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടൻ ഇന്ന് പാർട്ടിയിലില്ല, പാർട്ടി പുറത്താക്കിയ ഒരു മനുഷ്യനാണ്. അത് വേറെ ഒരു കാരണം കൊണ്ടെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് സ്ത്രീകളെ 3 കേസ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. 3 കേസ് കോടതിയിൽ നിലനിൽക്കുന്ന ആ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പാർട്ടിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്താക്കിയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ കോൺഗ്രസിന്റെ ഭാരവാഹിയായിട്ടുള്ള ഒരാളാണ്. ഷഹനാസ് ഞങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമാണ്, ഷഹനാസിനെ അപമാനിക്കരുതെന്ന് ഒരു നേതാവും പറഞ്ഞിട്ടില്ല. അതെന്നെ ഏറ്റവും വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനകത്തുനിന്ന് ഇങ്ങനെ ഒരു പീഡകനെ പുറത്താക്കുമ്പോൾ അത് സ്ത്രീകൾക്ക് നൽകിയ ആത്മവിശ്വാസമുണ്ട്, പാർട്ടി ഭേദമന്യേ. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഒരു പീഡകൻ ഉണ്ടാവുക, ഒരു MLA പീഡകനാവുക, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പീഡകനാവുക, അപ്പോൾ അതിനെ മാറ്റി നിർത്തി അതിൽ നിന്ന് പുറത്താക്കുക, ഇതൊക്കെ ചെയ്തിട്ട് ഏറ്റവും മാതൃകയായ ഒരു പ്രസ്ഥാനമാണ് എൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അത് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ വേറൊരു കാര്യം, ഇവിടെ MA ഷഹനാസ് പീഡകൻ എന്ന് പറയുന്നല്ലോ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പീഡകൻ എന്ന് പറയേണ്ടത്? ഇവിടെ കോടതി പോലും ഈ ഒരു വിഷയത്തിനകത്ത് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ പീഡകൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ തന്നിട്ടില്ല. കോടതി വരെ വെറുതെ വിട്ട ജാമ്യം അനുവദിച്ച ഒരു കേസാണ്. കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ള കാര്യത്തിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരൻ, അത് ഒരാളെ മാത്രം കുറ്റക്കാരനാക്കാൻ സാധിക്കത്തില്ല എന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പീഡകൻ എന്ന് പറഞ്ഞ് വന്നിരുന്ന് മുദ്ര കുത്തുന്നത്? സത്യം പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഒരു മോശമായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. പീഡകൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്ത്. സത്യം പറഞ്ഞ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളി 10 കോടി രൂപയ്ക്ക് മാനനഷ്ടത്തിനുള്ള കേസ് കൊടുത്തത്. ഇപ്പോഴും അവിടെ ഇവിടെയും പോയിരുന്നിട്ട് ഇൻ്റർവ്യൂകളിൽ ചെന്നിരുന്നിട്ട് പുള്ളിയെ പീഡകൻ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പുള്ളി കൈയും കെട്ടി നോക്കിക്കണോ? ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരാളൊരു നിരപരാധിയായിട്ടുള്ളൊരു മനുഷ്യൻ്റെ പേരിൽ ഇനി ആരാണെങ്കിലും അയാളുടെ മേലിൽ ഒരു സ്ത്രീ വിഷയം, ഒരു പെണ്ണ് കേസ്, പീഡനം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ ഒരു കണ്ണിലൂടെ ആയിരിക്കും അയാളെ ആളുകൾ കാണുന്നതും ക്രൂശിച്ചുകൊണ്ടേയിരിക്കുന്നതും, അല്ലേ? മരണം വരെ അയാൾ അങ്ങനെ ആയിരിക്കും ക്രൂശിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനൊരു അവസരം ഇട്ടുകൊടുത്തത് ഈ ഷഹനാസ് തന്നെയാണ്. എന്നിട്ട് ഇവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ എന്താണ്? ഇപ്പം സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്കാണെന്ന്. ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ സൈബർ അറ്റാക്ക് ടീമുകൾ ഇപ്പം ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? ഒരു ഫോട്ടോകളൊക്കെ എടുത്ത് അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന പരിപാടിയൊക്കെ. അപ്പോൾ അതൊക്കെ അയാളുടെ ഫാമിലിയും അയാളുടെ അമ്മയും വീട്ടുകാരൊക്കെ കാണുമ്പോഴത്തേക്കും അവരെ മാനസികമായിട്ടുള്ള അവരെ വിഷമം കൂടെ ഒന്ന് മനസ്സിലാക്കുക, അല്ലേ? ഇപ്പോഴും വന്നിരുന്ന ചാനലുകളിൽ വന്നിരുന്ന പീഡകൻ എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകളെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെളിവ് കാണിക്കുക. ആ തെളിവ് കാണിച്ചിട്ട് ഒരാൾക്കെതിരെ തെളിവ് കാണിച്ചിട്ട് വേണം അയാൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നിട്ട് പബ്ലിക്കിൽ വന്നിരുന്ന് പറയാനൊക്കെ ഉണ്ട്. പിന്നെ 3 പരാതിക്കാരികളുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ 3 പരാതിക്കാരികളിൽ രണ്ടാമത്തെ പരാതിക്കാരിയെ പൊടി പോലും കാണാനില്ല, പരാതി പോലും കൊടുത്തിട്ടില്ല. ഈ 3 പരാതിക്കാരികൾ ആദ്യം വന്നത് നമ്മൾ കണ്ടതാണ്. ഈ 3 പരാതിക്കാരികളും നിലവിലുണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. ഇപ്പം ഒരു പരാതി കൊടുത്തിട്ട് അതിന് നേരിട്ട് ഹാജരാവാതെ എവിടേക്കോ ഇരുന്നിട്ടാണ് പരാതികൾ കൊടുക്കുന്നത് തന്നെ. അപ്പം ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഇതൊക്കെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കാര്യങ്ങളിൽ കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് അത് ഇനി നടക്കത്തില്ലെന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ജില്ലാ സാംസ്കാരിക സാഹിതി ഇതിൽ നിന്നൊക്കെ പുറത്താക്കിയേക്കുന്ന എല്ലാം നമ്മൾ അറിഞ്ഞാണ്. ഈ പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ ഷഹനാസിനെ പുറത്താക്കി. ജില്ലാ സാംസ്കാരിക സാഹിതി വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അംഗമായിട്ടുള്ള ഷഹനാസിനെ അതിൽ നിന്നൊക്കെ പുറത്താക്കിയ വിവരങ്ങളൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞാണ്. ഇപ്പോഴും അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജില്ലാ സാംസ്കാരിക സാഹിതി ഇതിൽ അംഗത്വമുള്ള ഒരാളാണെന്നൊക്കെ ഇപ്പോഴും സ്വയം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെ നിയമ നടപടി വരെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഉൾപ്പെടെയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളതും ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളതും, അല്ലേ? അല്ലാതെ വേറെയുള്ള ആൾക്കാരല്ല. അപ്പോൾ ഇവരെ കയ്യിലിരിപ്പം ഇവരെ സ്വഭാവം ഇതൊക്കെയാണെന്ന് ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇവർക്കെതിരെ ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകൾ വരെ രംഗത്ത് വന്നത്, അല്ലേ? അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. അതുപോലെ അടുത്ത ഇലക്ഷൻ സർവേ വരുമ്പോഴത്തേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ സർവേ കണ്ടിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇത് ജെന്യുവൻ സോഴ്സിൽ നിന്ന് കിട്ടിയൊരു ഇലക്ഷൻ സർവേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഇലക്ഷൻ സർവേ അല്ല. അതുകൊണ്ട് ആരും എന്നെ ചീത്ത വിളിക്കാൻ നിൽക്കേണ്ട. അപ്പം